എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ ഒരു യാത്രയാണ് കേട്ടോ. ഇന്ന് എൻ്റെ വർക്ക് സംബന്ധമായ ഒരു യാത്രയാണ്. ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ ഇന്ന് ചെറിയൊരു പാർട്ടി ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ അബുദാബി സമയം ഒരു 1 o'clock ആയി. എനിക്ക് 2:30 ക്ലൈൻറ്റിൻ്റെ അടുത്ത് എത്തണം. ഒരു ബർത്ത്ഡേ പാർട്ടിയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മാക്സിമം എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഇപ്പോഴത്തെ കണ്ടൻറ്റൊന്നും നോക്കണ്ട കേട്ടോ. അതൊക്കെയും എൻ്റെ വർക്ക് വൈസ് ആയിട്ടുള്ള കണ്ടൻറ്റോ അല്ലെങ്കിൽ മറ്റുള്ള കണ്ടൻറ്റുകളൊക്കെ നന്നായി എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. എന്താ പറയുക, ഒരു തുടക്കക്കാരനല്ലേ. അപ്പോൾ വലിയൊരു പ്രദേശിലെ ആൾക്കാർ നിൽക്കുന്നുണ്ടാവും എന്തെങ്കിലും നല്ല നല്ല കണ്ടൻറ്റുകളിൽ. അപ്പോൾ UAE സംബന്ധിച്ച് ഇഷ്ടംപോലെ കുറേ സ്ഥലങ്ങളും ഇതൊക്കെയുള്ളതാണ്. മാക്സിമം അതിൽ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് എത്തിക്കാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, ബാഗൊക്കെ എടുത്ത് സെറ്റായി. അപ്പോൾ ഇനി പോകുന്ന വഴിയുള്ള കാഴ്ചകൾ. താങ്ക് യു. ഇന്ന് പുറത്തിറങ്ങി. ഞാനിന്ന് ബസ്സിനാണ് പോകുന്നത് കേട്ടോ. ഈ വർക്ക് നടക്കുന്ന സ്ഥലത്ത് അതിന് ഏറ്റവും എളുപ്പമായിട്ട് പോകാൻ പറ്റുന്ന ബസ് തന്നെയാണ്. നല്ല വെയിലുണ്ട്. ഉച്ചയ്ക്കാകുമ്പോൾ അത്യാവശ്യം വെയിലുണ്ട്. പക്ഷേ തണുത്ത കാറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വെയിലില്ല. അതാണ് ഗ്ലാസ് വെച്ചത്, ഇങ്ങനെ സൺഗ്ലാസ് വെച്ചത് കേട്ടോ. എനിവേ, ഈ ഇങ്ങനെ നടത്തും നല്ലൊരു സുഖം കിട്ടുന്നുണ്ട്. കാരണം പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അബുദാബി ഞാൻ താമസിക്കുന്ന ഏരിയയിലെ ബിൽഡിങ്ങുകളും കാര്യങ്ങളും മുന്നേ എൻ്റെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടാവും. ഇത് പാർക്കും കാര്യങ്ങളും. ഞാൻ ശരിക്കും താമസിക്കുന്നത് സിറ്റിയിൽ തന്നെയാണ്. ഇത് പേര് ഹംദാൻ സ്ട്രീറ്റ് എന്നാണ് പറയുക അബുദാബിയുടെ. ഒക്കെയാണ് നടക്കുക. ഇവിടുന്നൊരു 5 മിനിറ്റ് ഇല്ല, അവിടെ നമുക്ക് ബസ് സ്റ്റോപ്പുണ്ട്. അപ്പോൾ ഞാൻ ഹംദാൻ സ്ട്രീറ്റിലേക്ക് കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പിൽ ഇപ്പോൾ ബസ് നമ്പർ ഇങ്ങനെ ഉണ്ട് കേട്ടോ. എനിക്ക് 101ഉം 102 എനിക്ക് പോവാം. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്താ പറയുക, ആളുകൾ നന്നായി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ എല്ലാ സ്ഥലത്തേക്കും എത്തിപ്പെടാൻ ഏറ്റവും ഈസിയായി. ഈ പാർക്കിങ് മറ്റേ കാറൊക്കെ ആയിട്ട് കഴിഞ്ഞാൽ പാർക്കിങ്ങിന് ഇഷ്യൂ എടുക്കണം. അതിന് പെയ്ഡ് പാർക്കിംഗ് ആണ്, പേയ്മെൻറ്റ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ പാർക്കിങ് ഇതൊന്നും നോക്കണ്ട, നമുക്ക് ആ ബസ്സിൽ കയറിയിരിക്കുക, പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും. പിന്നെ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ കാറ് മസ്റ്റ് തന്നെയാണ് കേട്ടോ. അത് വേറെ കാര്യം. ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഈ സ്ട്രീറ്റിനെ പറയുന്നത് ഹംദാൻ സ്ട്രീറ്റ് എന്നാണ്. ബസ്സിൽ കയറിയിട്ടാ. ബസ് പെട്ടെന്ന് തന്നെ വന്നു. ബസ് എടുത്തോട്ടാ. ബസ് എടുത്ത് യാത്ര പുറപ്പെടുകയാണ്. ഈ പോണ വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം. അബുദാബി ബസ് സ്റ്റേഷനാണ് കേട്ടോ. ഇവിടെ നിന്ന് എല്ലായിടത്തേക്കുള്ള ബസ് പോകണം. ദുബായിക്ക്, അലൈൻ, ഷാർജ, പിന്നെ ലോക്കലായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന ചില ബസ്സുകളിൻ്റെ ഉള്ളിൽ കയറും. അപ്പുറത്ത് കാണുന്നത് അൽവാദയാണ്. അൽവാദ സ്റ്റേഡിയവും അൽവാദ മാളും ആ വലിയ ബിൽഡിങ്ങാണ്. അപ്പോൾ അബുദാബി ബസ് ടെർമിനലിൽ നിന്ന് ബസ് എടുത്തു. അങ്ങനെ പുറത്തേക്ക് കിടക്കാനുണ്ട്. ഇത് അൽവാദ സ്റ്റേഡിയമാണ് കേട്ടോ. ഇവിടെ വലിയ വലിയ ഫുട്ബോൾ ടൂർണമെൻറ്റുകളും അതൊക്കെ വരാറുണ്ട്. ഈ അപ്പുറത്ത് കാണുന്നതാണ് അൽവാദ മാള്. അൽവാദ മാള് വലിയൊരു മാളാണ് കേട്ടോ. അബുദാബിയിൽ തന്നെ ഏറ്റവും വലിയൊരു മാളിൽ പെട്ടതാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന വലിയ ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്ലേനിയം ഹോട്ടലാണ്. 5 സ്റ്റാർ ഹോട്ടലാണ്. ഈ കാണുന്ന ബിൽഡിങ് മുബാദല ബിൽഡിങ്ങാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ഷെയ്ഖിൻ്റെ ബിൽഡിങ്ങാണ്. പിന്നെ ഇത് ഹോട്ടലാണ്. ഇത് ദുസ്തിദാനി ഹോട്ടലാണ്. അങ്ങനെ പുറം കാഴ്ചകളൊക്കെ നോക്കിയിരുന്നു. നല്ല ഭംഗിയുള്ള. പിന്നെ അതുപോലെ ഈ കാണുന്ന ബിൽഡിംഗ് എന്ന് വെച്ചാൽ പൈനാപ്പിൾ ടവർ എന്ന് പറയാം. മലയാളികളെല്ലാവരും വിളിക്കുന്നത് പൈനാപ്പിൾ ടവർ എന്നാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ വേറെ എന്തോ പേരുണ്ട്, അത് മറന്നുപോയി എൻ്റെ പേര്. അതിൻ്റെ ആകൃതിയൊക്കെ പൈനാപ്പിളിൻ്റെ ആകൃതിയാണ്.
മുസഫയിലെത്തിയിട്ടാ. ബസ് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ നടക്കുകയാണ്. അതാണ് മുസഫ. പണ്ട് ഞങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് താമസിച്ച ഇവിടെയാണ് കേട്ടോ മുസഫയിൽ. കുറേ വർഷം മുസഫയിലുണ്ടായിരുന്നു. നമ്മൾ താമസിക്കുന്ന ടൈമിലൊക്കെ വളരെ കുറവ് ആളുകളുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ 10 വർഷം മുന്നേ കേട്ടോ. അപ്പോൾ ഫുള്ള് റെസ്റ്റോറൻറ്റുകളും പിന്നെ പാർക്കും. അന്നൊന്നും പാർക്ക് ഉണ്ടായിരുന്നില്ല. കൂടുതൽ സ്കൂളുകളൊക്കെ ഇപ്പോൾ മുസഫയിലാണ്. ഇതൊരു സ്കൂളാണ്. പിന്നെ കുറേ റെസിഡൻസ് ബിൽഡിങ്ങുകളൊക്കെയാണ് ഇവിടെ. മുസഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡായിട്ടാണ്. ഒന്ന് ഷാബിയ, മറ്റേത് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസഫ സനയ എന്ന് പറയും. ഷാബിയ എന്ന് പറഞ്ഞാൽ ഷാബിയ 10, 11 അങ്ങനെയൊക്കെയാണ് സെക്ടറുകളായിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും റെസിഡൻസും അതുപോലെ സ്കൂളുകളൊക്കെ ആയിട്ടുള്ളതാണ്. സനയ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് വ്യവസായ മേഖലയാണ്. അപ്പോൾ കൂടുതൽ ആളുകൾ സനയയിലും കാര്യങ്ങൾക്കൊക്കെ വരിക. വർക്ക്ഷോപ്പുകളും അതുപോലെ തന്നെ ഒരുവിധം ഈ പറഞ്ഞ വലിയ വലിയ കമ്പനികളൊക്കെ സനയ ഏരിയയിലുണ്ട്. ഇതിൽ എൻ്റെ ഡെസ്റ്റിനേഷൻ എത്തി. ഇതിനുള്ളിലാണ് പ്രോഗ്രാം. ചെറിയൊരു പ്രോഗ്രാം കേട്ടോ. എവിടെയാണെന്ന് നോക്കണം. ക്ലയൻറ്റിനെ കണ്ടുപിടിക്കണം. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ചെറിയൊരു പാർക്കാണ്. ഇവിടെ തീരെ ഉണ്ടായിരുന്നില്ല. ഇതൊരു എന്താ പറയുക, ഇവിടെ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴൊക്കെയാണത് വരുന്നത്. എനിവേ, ഈ ക്ലയൻറ്റൊക്കെ വന്ന് ക്യാമറ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണതിന് മുന്നേ ഇതാണ് പാർക്കിൻ്റെ ചില ഏരിയകൾ. സൺഗ്ലാസൊക്കെ ഊരി വെച്ചു. കാരണം ഈ വർക്കിൻ്റെ ഭാഗമാണ്. വർക്കിന് നമുക്ക് സൺഗ്ലാസ് വെച്ചെടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ എടുക്കാറില്ല ഞാൻ. ഇനി നേരെ വർക്കിലേക്ക് പോട്ടെ. ക്യാമറയ്ക്ക് ഞാൻ സെറ്റാക്കി. ക്യാമറ ഒക്കെ എടുത്തു. ഇതിനെ കണ്ടുപിടിച്ചു. അവിടെ പ്രിപ്പറേഷൻ നടക്കാൻ കേട്ടോ. അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആണ് എൻ്റെ ക്ലയൻറ്റ്. ഇവിടെ ബർത്ത്ഡേ മിൽക്ക് പണികളൊക്കെ നടക്കുന്നു. ലാസ്റ്റ് ക്ലയൻറ്റ് ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കണമല്ലോ. ചെറിയൊരു ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ഒരു ഫാമിലി, അച്ഛൻ എന്താ പറയുക, അമ്മയും മക്കളും മാത്രം. അവർ നാട്ടിൽ നിന്ന് വന്നതാണ്. കണ്ണൂരുള്ള ഫാമിലിയാണ്. അപ്പോൾ അതിൻ്റെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എൻ്റെ വർക്ക് ഇവിടുത്തെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഇവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞു. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് കോപ്പറേറ്റ് ചെയ്തൊരു ഫാമിലി ആയിരുന്നു കേട്ടോ. രസമായിരുന്നു. എൻജോയ് ചെയ്തെടുത്തു ഫോട്ടോ. സഫ ഷാബിയ, എന്താ രസമല്ലേ. മേഘാവൃതമായ അന്തരീക്ഷം. പണ്ടത്തെ ഷാബിയൊന്നുമല്ല കേട്ടോ. ഇപ്പോൾ ഷാബിയൊക്കെ വളരെയധികം പുരോഗമിച്ചു. നല്ല തിരക്കായി. ഇഷ്ടംപോലെ നല്ല നല്ല ഷോപ്പുകൾ, പർച്ചേസ് ചെയ്യാൻ പറ്റിയത് ഒക്കെ ഇപ്പോൾ മുസഫയിലുണ്ട് കേട്ടോ. അവർക്ക് അബുദാബി സിറ്റിയിലേക്ക് വരേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞു മുസഫയിലുള്ളവർക്ക്. അബുദാബിയിൽ തിരിച്ചെത്തി.
ക്രൂസ് ചെയ്ത് നേരെ റൂമിലേക്ക് പോവുകയാണ്. ഇടയുണ്ട് ഒരു കാഴ്ച ഒരു ചായ കുടിച്ചിട്ടുണ്ട് കയറാൻ നോക്കി. അപ്പോൾ പോണ വഴിക്കൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഒന്ന് കാലിച്ചായ കുടിച്ചിട്ട് വീട്ടിലേക്ക് കയറാം. ഇത് കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. തുറന്നവരെ ചായ കുടിക്കാം. ചായ പാർസൽ അടിച്ചു, കുടിച്ചോട്ടെ. കുഴപ്പമില്ല. അപ്പോൾ ഓക്കേ.